നമസ്കാരം സുഹൃത്തുക്കളെ, വാൻഡറിംഗ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സ്ഥലത്തെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വറിനടുത്തായ ഹരിഹർ ഫോർട്ടിലേക്കാണ്. ഹരിഹർ ഫോർട്ടിലേക്ക് പോയ യാത്രാവിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഹരിഹർ ഫോർട്ട് ട്രക്കിംഗ് ഏവരുടെയും ബക്കറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചതുപോലെ തന്നെ എൻ്റെ കുറേ വർഷങ്ങളായി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിപ്പോഴാണ് സാധിച്ചത്. കാരണം വേറെ ഒന്നുമല്ല, കേരളത്തിൽ നിന്നും മഹാരാഷ്ട്ര വരെ ബൈക്കിൽ യാത്ര ചെയ്യണം, അവിടെ നിന്നും ഹരിഹർ ഫോർട്ടിലോട്ട് പോകണം എന്നതുകൊണ്ട് മാത്രമാണ്. മൺസൂൺ കാലങ്ങളിലാണ് മഹാരാഷ്ട്ര കാണാൻ കുറച്ചുകൂടി ഭംഗി. പശ്ചിമഘട്ടത്തിൻ്റെ ആരംഭമായതിനാൽ തന്നെ മഹാരാഷ്ട്ര മുഴുവൻ മലനിരകൾ വ്യാപിച്ചു കിടക്കുന്നു. അതിനാൽ തന്നെ എവിടെ നോക്കിയാലും മലനിരകളും വെള്ളച്ചാട്ടവും പച്ചപ്പും മാത്രം കാണാൻ കഴിയും. ആദ്യം തന്നെ ചെറിയൊരു ട്രെക്കിംഗ് കഴിഞ്ഞിട്ട് വേണം ഹരിഹർ ഫോർട്ട് ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. ആയതിനാൽ തന്നെ വേണ്ട രീതിയിലുള്ള ശാരീരികക്ഷമത കൈവരിച്ചതിന് ശേഷമേ ഹരിഹർ ഫോർട്ട് ട്രെക്കിംഗ് ആരംഭിക്കാവുള്ളൂ. ഹരിഹർ ഫോർട്ട് ട്രെക്കിംഗ് പോകുന്നവർ കഴിവതും പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സ്ത്രീ പുരുഷ ഭേദമന്യേ ഹരിഹർ ഫോർട്ട് ട്രെക്കിംഗ് ഏവർക്കും ചെയ്യാവുന്നതാണ്. എൻ്റെ കൂടെ ഡൽഹിയിൽ നിന്ന് വന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ നിഷ്പ്രയാസമാണ് ഹരിഹർ ഫോർട്ട് ട്രെക്കിംഗ് പൂർത്തീകരിച്ചത്. ഹരിഹർ ഫോർട്ടിലേക്ക് എത്തിച്ചേരാൻ ട്രെയിൻ മാർഗമാണ് കുറച്ചുകൂടി എളുപ്പം. കേരളത്തിൽ നിന്നും നാസിക്കിലേക്ക് ട്രെയിൻ മാർഗവും അവിടെ നിന്ന് ബസ് മാർഗവും ത്രയംബകേശ്വറിലെത്താം. അവിടെ നിന്ന് നെർഗുഡപാടയിലേക്ക് ഷെയർ ടാക്സി വഴി 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഹരിഹർ ഫോർട്ടിലേക്ക് എത്തിച്ചേരാം. ഹരിഹർ ഫോർട്ട് നിർമ്മിച്ചത് 13-ാം നൂറ്റാണ്ടിലാണ്. ഈ രീതിയിൽ നിർമ്മിക്കാനുള്ള കാരണം ശത്രുക്കളുടെ അക്രമങ്ങളിൽ നിന്നും രക്ഷ നേടുക എന്നതുകൊണ്ട് മാത്രമാണ്. ഒരുപാട് യുദ്ധമുഖങ്ങൾ കണ്ടതിനാൽ ഹരിഹർ ഫോർട്ടിൻ്റെ പല ഭാഗങ്ങളും നശിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ കാണുന്ന ചെറിയൊരു ഭാഗം മാത്രമാണ് അവശേഷിക്കുന്നത്. ട്രെക്ക് ചെയ്ത് മലമുകളിൽ എത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു പീഠഭൂമി കാണാം. അവിടെ ഹനുമാന്റെയും ശിവൻ്റെയും ചെറിയൊരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിന് മുന്നിൽ ചെറിയൊരു കുളവുമുണ്ട്. സാഹസികത നിറഞ്ഞതിനാൽ ഹരിഹർ ഫോർട്ട് ട്രെക്കിംഗ് നടത്തുന്നതിന് മുന്നേ തന്നെ കായികക്ഷമത കൈവരിച്ചിരിക്കണം. മലമുകളിലോട്ട് കയറി പോകുന്തോറും സാഹസികത കൂടി വരും. അതിനാൽ നമ്മുടെ ശാരീരികക്ഷമത കൈവരിക്കുകയും വേണം. ട്രെക്കിങ്ങിന് അനുയോജ്യം ആഗസ്റ്റ് മുതൽ ജനുവരി വരെയാണ്. ഞാൻ പോയത് ജൂലൈയിലാണ്. ജൂലൈയിൽ നല്ല മഴയായതിനാൽ ട്രെക്കിംഗ് കുറച്ച് കഠിനമായിരുന്നു. എങ്കിൽ തന്നെ മഴയും നല്ല പച്ചപ്പും കോടയും കണ്ടാസ്വദിച്ച് ട്രെക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഹരിഹർ ഫോർട്ട് കയറുന്നത് പോലെ തന്നെയാണ് ഇറങ്ങുന്നതും. കുറച്ച് കഷ്ടപ്പാടാണ്. മഴക്കാലമായതിനാൽ കോടമഞ്ഞ് കൊണ്ട് അടുത്തു നിൽക്കുന്ന ആളുകളെ പോലും കാണാൻ കഴിയുകയില്ലായിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ട്രെക്കിംഗ് വരുന്നവർ കഴിവതും പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കണം. മലമുകളിലും കയറിപ്പോകുന്ന പടികളിലും മറ്റും പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. ആയതിനാൽ കഴിവതും കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കണം. ഹരിഹർ ഫോർട്ട് ട്രെക്കിംഗ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏവർക്കും വേറിട്ടൊരു അനുഭവമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. കയറുന്നത് പോലെ തന്നെ ദുഷ്കരമാണ് ഇറങ്ങുന്നതും. ഞാൻ പോയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായതിനാൽ വരിവരിയായാണ് നിന്ന് കയറിയതും ഇറങ്ങിയതും. അതുകൊണ്ട് തന്നെ ധാരാളം സമയമെടുത്തായിരുന്നു കയറിയതും ഇറങ്ങിയത്. കോടമഞ്ഞ് കാരണം അടുത്തുള്ളതൊന്നും കാണാൻ കഴിഞ്ഞത് കൂടിയില്ല. ഞങ്ങൾ ട്രെക്ക് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ 2 മഹാരാഷ്ട്രയിലുള്ള ട്രെക്കേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. അവർ ഇതെല്ലാം നിഷ്പ്രയാസം ചെയ്യുന്നത് പോലെയായിരുന്നു. പോകുന്ന വഴിയോരങ്ങളിലെല്ലാം ചെറിയ ചെറിയ ചായക്കടകളും ചോളങ്ങൾ വിൽക്കുന്ന കടകളുമുണ്ട്. വിശ്രമിക്കാനുള്ള സൗകര്യവുമുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.